ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഒരുവിധപ്പെട്ട എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാംസിലും, അതായത് DHA, ഹാർഡ്, പ്രോമെട്രിക്, ഈവൻ NCLEX RN എക്സാമിൽ പോലും വളരെ കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്. ഇനി ഈ ടേം തന്നെ കുറച്ച് ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് എന്ന് വെച്ചാൽ അത് പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അതായത് ക്രോണിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെവലപ്സ് ഓവർ ടൈം, അല്ലാതെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അല്ല. അതുപോലെ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്ന, ഒരു തടസ്സം ഉണ്ടാകുന്നു. എന്തിനുള്ള തടസ്സമാണ് ഇത്? നമ്മളുടെ എയർവേ, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. അപ്പോൾ എയർവേസിൽ അല്ലെങ്കിൽ എയർ ഫ്ലോയിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ പൾമനറി എന്ന വാക്ക് റിലേറ്റ് ചെയ്യുന്നത് ലങ്സ് ആയിട്ടാണ്. ഇത് മെയിനായിട്ട് ലങ്സിനെ അതുപോലെ തന്നെ ബ്രോങ്കിയോൾസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. നമുക്ക് കൂടുതൽ എന്തൊക്കെയാണെന്ന് കാണാം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് അഥവാ COPD, ഈ പേരായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ പരിചയമുള്ളത്. ഇത് ഇറ്റ്സ് എ ഹെറ്ററോജീനസ് ലങ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന ഒരു സ്പെസിഫിക് റീസൺ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോബ്ലം അല്ല, പല കാര്യങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ക്രോണിക് റെസ്പിറേറ്ററി സിംറ്റംസ്. ക്രോണിക് ആയിട്ട് റെസ്പിറേറ്ററി സിംറ്റംസ് ഉണ്ടാകുന്നു ഡ്യൂ ടു അബ്നോർമാലിറ്റീസ് ഓഫ് ദി എയർവേസ്, അതായത് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോലൈറ്റിസ്, അതുപോലെ തന്നെ ആൽവിയോളെ. എയർവേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. അതുപോലെ ആൽവിയോളെ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി എയർവേ ഓൺലി. അവിടെയാണ് പക്ഷെ മെയിൻ ആയിട്ടും ഈ എയർ എക്സ്ചേഞ്ച് നടക്കുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് എയർ ഇങ്ങനെ പാസ് ചെയ്യുന്ന വഴി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എയർവേസ്. പിന്നെ അതുപോലെ ആൽവിയോളസ് എന്ന് പറയുന്ന എയർ സാക്സ് ആണ് ഇൻ വിച്ച് ദ എയർ എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. എംഫൈസീമ, അവിടെ എംഫൈസീമ എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് കോസ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്ന, അത് മാറുന്നില്ല. ഓഫൺ പ്രോഗ്രസീവ്, അതുപോലെ തന്നെ പെർസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ പ്രോഗ്രസീവ് ആണ്. പ്രോഗ്രസ് ചെയ്തു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വേഴ്സ് ആയിക്കൊണ്ട് പതുക്കെ ഇത് കൂടി വരുന്നു. എയർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ കൂടി പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ മിക്കവാറും പ്രോഗ്രസീവ് ആകുന്നു. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം, ഇത് നമുക്ക് ഒരു ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. നമുക്ക് ആകെ ചെയ്യാവുന്ന ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം, ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ അതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അറിയണം. അതുപോലെ തന്നെ ഇത് വൺസ് ഒരാളിന് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അധികം പ്രോഗ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ ആളിന്റെ കണ്ടീഷൻ അധികം വേഴ്സ് ആകാതെ ആളിനെ ടേക്ക് കെയർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു ക്രോണിക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ അഫക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാകാം. അതുപോലെ ഇതിന് എല്ലായിടത്തും ഒരു ഗ്ലോബലി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു അസുഖം കൂടിയാണ്. പ്രോഗ്രസീവ് എയർ ഫ്ലോ ലിമിറ്റേഷൻസ് ഒക്കേഴ്സ്. പ്രോഗ്രസീവ് ആയിട്ട് ഈ എയർ ഫ്ലോയിൽ കുറവുകൾ ഉണ്ടാകുന്നു, അസോസിയേറ്റഡ് വിത്ത് ആൻ അബ്നോർമൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഓഫ് ദ ലങ്സ് ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ. ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന, സാധാരണഗതിയിൽ നമുക്കറിയാം ലങ്സിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഡ്യൂ ടു ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അലർജിക് റെസ്പോൺസ് കൊണ്ടൊക്കെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ അത് സാധാരണഗതിയിൽ റിവേഴ്സിബിൾ ആണ്. ബട്ട് ഇവിടെ അങ്ങനെ അത് നമുക്ക് റിവേഴ്സിബിൾ അല്ല. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് ലീഡ്സ് ടു പൾമനറി ഇൻസഫിഷ്യൻസി. പൾമനറി ഈ എയർവേയിൽ ലങ്സിൽ കുറവുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ പൾമനറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ കോർ പൾമനയിൽ കാർഡിയാക് പ്രോബ്ലംസും ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്കിത് എന്തൊക്കെയാണെന്ന് കാണാം. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് COPD ഈസ് ടുബാക്കോ സ്മോക്കിംഗ്. അതിനകത്ത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് മാത്രമല്ല, ഒരു കോസ് ഓഫ് COPD എന്ന് നമുക്ക് വേണമെങ്കിൽ
പറയാം ടുബാക്കോ സ്മോക്കിംഗ്. കാരണം ഇങ്ങനെ ക്രോണിക് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ബ്രോങ്കൈൽ അതുകൊണ്ടാണ് അതിന് ബ്രോങ്കൈറ്റിസ്, ഒരു ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ മറ്റ് ചില റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ടുബാക്കോ സ്മോക്കിംഗ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ COPD എന്നൊരു പ്രോബ്ലം ഡയഗ്നോസ് ചെയ്താൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഓക്കെ. പിന്നെ അതുപോലെ അതർ റിസ്ക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ ഇൻക്ലൂഡിങ് ഡസ്റ്റ്, പുക അല്ലെങ്കിൽ പൊടി ഒക്കെ അടിക്കുന്നു, എക്സ്പോഷർ ടു ഒക്യുപ്പേഷണൽ ഇറിറ്റൻസ് സച്ച് ആസ് ഡസ്റ്റ് ഫ്രം ഗ്രെയിൻസ്. പിന്നെ അതുപോലെ ജനറ്റിക് ആയിട്ട് ചില ആളുകളിൽ പ്രത്യേകിച്ച് ഈ ആസ്തമ അങ്ങനെയുള്ള അലർജിക് റെസ്പോൺസസ് ഒക്കെ ഉള്ള ആളുകളിൽ ഇതിനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. എല്ലാ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിലും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസോർഡേഴ്സിലും പറയുന്നത് പോലെ തന്നെ കോഫ് ഒരു അസുഖം ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കോഫ് ഒരു സത്യത്തിൽ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. പക്ഷെ ഇവിടെ സിവിയർ ആയിട്ടുള്ള ഒരു ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ക്രോണിക് ആയിട്ടുള്ള കോഫ് ഉണ്ടാവുന്നു. എക്സേർഷണൽ ഡിസ്നിയ, കാരണം ഒരു പ്രോഗ്രസീവ്ലി എയർ ഫ്ലോ ലിമിറ്റേഷൻസ് ഉണ്ടാകുമ്പോൾ ഈ എയർ എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സേർഷൻ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി എക്സ്ട്രീമോസ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഡിസ്നിയ എന്ന് വെച്ചാൽ ലേബേർഡ് ബ്രീതിങ്, ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നു. വീസിങ് ആൻഡ് ക്രാക്കിൾസ്, ഇത് അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സിൽ പെട്ടതാണ് വീസിങ് ഉണ്ടാകുന്നത്. ബ്രോങ്കോ സ്പാസം കൊണ്ടുണ്ടാകുന്ന ഒരു വിസ്ലിംഗ് സൗണ്ട് ആണ് വീസിങ്. അതുപോലെ ക്രാക്കിൾസ് എന്ന് പറയുന്നത് when air flows through liquid or dilute secretions, ക്രാക്കിൾസ് എന്ന് പറയുന്നു. അപ്പൊ ഈ ക്രാക്കിൾസ് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ സെക്രീഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എയർ അതിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബ്നോർമൽ സൗണ്ട് ആണ്. പിന്നെ അതുപോലെ സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഉണ്ട്. ഇൻഫ്ലമേഷൻ ഒക്കെ വരുമ്പോൾ കൂടുതലായിട്ടും സെക്രീഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതുപോലെ ബ്രോങ്കിയൽ എഡിമ, ബ്രോങ്കോസ്പാസം ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ വീസിങ് ശബ്ദമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഗ്രാജുവലായിട്ട് വെയിറ്റ് ലോസ്, കാരണം ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറയുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. ബാരൽ ചെസ്റ്റ്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ബാരൽ ചെസ്റ്റ്, ആ ചെസ്റ്റിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ റെസ്പിറേറ്ററി അസിഡോസിസ്, അതിന് കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു അസിഡിക് കാർബോണിക് ആസിഡ് ആണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബോണിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്താൽ ഇതിനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വിടാൻ ലങ്സിന് പറ്റുന്നില്ല. അപ്പൊ ആസിഡോസിസ് ഉണ്ടാകുന്നു. അതുപോലെ ഓക്സിജന്റെ ലെവല് കുറയുന്നു. ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറയുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഈ ബ്രീതിങ് ഡിഫിക്കൽറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് യൂസ് ഓഫ് ആക്സസറി മസിൽസ് ഫോർ ബ്രീതിങ്. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു ബ്രീതിങ്ങിൽ നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്ന മസിൽ, ബ്രീതിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന ഇന്റർകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ ഡയഫ്രോം ആണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഇവിടെ ആക്സസറി മസിൽസ് ഓഫ് ബ്രീതിങ്, നമ്മുടെ സ്റ്റെർണോക്ലീഡോമസ്റ്റോയിഡ് മസിൽ, സ്കെലീൻ മസിൽ എന്നൊക്കെ പറഞ്ഞ മസിൽസ് ഉണ്ട്. അത് ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് അങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഇവിടുത്തെ ഈ മസിൽസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതുപോലെ പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ ഇങ്ങനെ പറഞ്ഞ് അവര് ശ്വാസം ഇങ്ങനെ പുറത്തേക്ക്, അപ്പോൾ അതിനും കാരണം ഈ ഇവിടെ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എംഫൈസീമ ആണ്. എംഫൈസീമയില് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദ ലങ്സ്, എയറിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ ലങ്സിന്റെ ആ ഒരു ഇലാസ്റ്റിക് റീകോയിൽ എന്ന് പറയുന്ന ഒരു എബിലിറ്റി സ്ലോലി നശിച്ചു പോകുന്നു. അപ്പൊ അതുകൊണ്ട് എയറിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എയർ ട്രാപ്ഡ് ആകുമ്പോൾ നമ്മളുടെ ബോഡി തന്നെ ചെയ്യുന്ന ഒരു മെക്കാനിസം, ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ COPD ഉള്ള പേഷ്യൻസ് ഇങ്ങനെ, ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സ്ഡ് ലിപ് ബ്രീത്തിങ് എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ അവർ തന്നെത്താൻ അങ്ങനെ അവരുടെ ബോഡി അങ്ങനെ ചെയ്യും. ഓക്കെ. പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ
എക്സ്ഹെയിൽഡ് എയർ, കൂടുതലായിട്ട് എയർ പുറത്തേക്ക് പോകുമ്പോൾ പുതിയ ഫ്രഷ് എയറിന് അകത്തേക്ക് കയറി വരാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണത്. അതുപോലെ ഒർത്തോപ്നിയ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബ്രീത്ത് ഈസിലി ഓൺലി ഇൻ സിറ്റിംഗ് അപ്പ് പൊസിഷൻ. കിടക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ശ്വാസം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ദേ പ്രിഫർ ടു സിറ്റ് അപ്പ്. പിന്നെ അതുപോലെ കാർഡിയാക് അരിത്മിയാസ് ഉണ്ടാകുന്നു. അത് ആസിഡോസിസും ഒക്കെ വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് അസിഡോസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അരിത്മിയാസ് ഉണ്ടാകും. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓക്സിജനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ അതുപോലെ കൺജഷൻ ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ സീൻ ഓൺ ചെസ്റ്റ് എക്സ്റേ. ഈ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ലങ്സ് കുറച്ച് കൂടുതൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് ഇരിക്കും എപ്പോഴും. അതിനും കാരണം ഈ എംഫൈസീമ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് എംഫൈസീമ, രണ്ട് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇവിടെ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്നു. ഇപ്പൊ ഇങ്ങനെ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ മറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, അല്ലെങ്കിൽ ആസ്തമ പോലെയുള്ള പ്രോബ്ലംസ്, അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് അലർജി പ്രോബ്ലംസ്, ജനറ്റിക്കലായിട്ടൊക്കെ ഉള്ള അസുഖങ്ങൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ബ്രോങ്കൈറ്റിസ് റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകുന്ന ആളുകൾ, ഇപ്പൊ ക്രോണിക് ബ്രോങ്കൈറ്റിസ് അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് വന്ന് കുറച്ച് നാളുകൾ കൊണ്ട് നമ്മളുടെ ഈ ബ്രോങ്കൈ, അതുപോലെ ബ്രോങ്കിയോൾസിന്റെ ഒക്കെ ആ ഒരു നോർമൽ സ്ട്രക്ചറിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു. അത് കുറച്ച് ഡയലേറ്റഡ് ഒക്കെ ആകുന്നു. അപ്പൊ അതിന് പറയുന്ന പേരാണ് ബ്രോങ്കിയെക്ടേസിസ് എന്നൊക്കെ പറയും, ബ്രോങ്കിയെക്ടേസിസ്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ സിസ്റ്റത്തിൽ നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫൈസീമ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഈ COPDയിലെ രണ്ട് പ്രധാനപ്പെട്ട ഡിസോർഡേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ബ്രോങ്കൈ അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ്, അതുപോലെ ആൽവിയോളയുടെ ഒക്കെ ഒരു നോർമൽ സ്ട്രക്ചർ പതുക്കെ അങ്ങ് ചേഞ്ച് ആയി പോകുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലാസ്റ്റിക് റീകോയിൽ നുള്ള എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇലാസ്റ്റിക് റീകോയിൽ, വീണ്ടും കോയിൽ ചെയ്യാനുള്ള, വീണ്ടും കോൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ലോസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? എയർ വിൽ ബി ട്രാപ്ഡ് ഇൻസൈഡ് ദ ലങ്സ്. അപ്പൊ അങ്ങനെ എയർ ഇങ്ങനെ കുറെ നാളുകൾ കൊണ്ട് ഓവർ ടൈം ഇതിങ്ങനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് എംഫൈസീമ. അപ്പോൾ ഈ എയർ, ഇതിനകത്തുള്ള ഇൻഹെയിൽഡ് ആയിട്ടുള്ള ഈ എയർ പുറത്തേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ പുതിയ എയറിന് കയറി വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ ഒക്കെ ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അവരങ്ങനെ അങ്ങ് ചെയ്യുക. ഈ പഴയ എയറിനെ പുറത്തേക്ക് വിട്ടാൽ മാത്രമേ ഉള്ളൂ പുതിയ എയറിന് കയറി വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ ഓവർ ടൈം, കുറെ കാലം കൊണ്ട് ഈ എയർ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചെസ്റ്റ് ക്യാവിറ്റിയുടെ ഷേപ്പിൽ വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് അവിടെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതുപോലെ ഡിക്രീസ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു മാക്സിമം amount of air that lungs can inhale. അതാണ്. അപ്പൊ അതാണ് നമ്മുടെ ലങ്സിന്റെ ഒരു കപ്പാസിറ്റി. ലങ്സ് എന്തുമാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു മെഷറാണത്. അപ്പൊ അത് കുറയുന്നു. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാരൽ ചെസ്റ്റ്, ഇത് കണ്ടോ? ഇവിടെ ഇയാളിനെ നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം COPD ഉള്ള പേഷ്യൻസിനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പൊ നോർമലി ഒരു അഡൽട്ടിന്റെ ഒരു തൊറാസിക് ക്യാവിറ്റിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഫ്ലാറ്റ് ആണ്. അതായത് ഈ ആന്ററോ പോസ്റ്റീരിയർ, ഫ്രണ്ട് ടു ബാക്ക് ആന്ററോ പോസ്റ്റീരിയർ ഡയമീറ്ററിന്റെ ഏകദേശം ഡബിൾ ആണ് അവരുടെ ഈ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എംഫൈസീമ അല്ലെങ്കിൽ ട്രാപ്പിംഗ് ഓഫ് എയർ ഉണ്ടാകുന്നത് കൊണ്ട് ഈ ലങ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നു, ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ ഷേപ്പ് മാറിയിട്ട് ഈ ആന്ററോ പോസ്റ്റീരിയർ ഡയമീറ്ററും ഈ ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിന്റെ ഒപ്പം ആകുന്നു. അപ്പൊ അവിടെ ഒരു ബാരൽ, ഒരു റൗണ്ട് ഷേപ്പ് ആകുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് കണ്ട് ഇവിടെ ഈ പടത്തിൽ കാണിക്കുന്നത് പോലെ ഈ ഡയഫ്രം ശരിക്കും പറഞ്ഞാൽ ഡോം ഷേപ്ഡ് ആണ്. ഇങ്ങനെ കുറച്ചിങ്ങനെ വളഞ്ഞ് മേൽവശം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് നോർമലി അതിന്റെ സ്ട്രക്ചർ. അപ്പൊ അത് ഒരു നോർമൽ ആളില് ഡ്യൂറിങ് ഇൻഹലേഷൻ ഈ ഡയഫ്രം ഇങ്ങനെ താഴേക്ക് താഴുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ എയർ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട്
ഈ ലങ്സ് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡയഫ്രം ഇങ്ങനെ താഴോട്ട് താന്ന് ഇരിക്കുന്നു. പിന്നെ ഈ thoracic ക്യാവിറ്റിയുടെ ഷേപ്പ് വ്യത്യാസം വരുന്നു. ആൻട്രോപോസ്റ്റീരിയർ ഡയമീറ്ററും ട്രാൻസ്വേഴ്സ് ഡയമീറ്ററും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാരൽ ചെസ്റ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഒരു കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമ്മൾ അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇവരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ലോങ് ടേം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടും അവരെ കെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് വൺസ് ദേ ആർ ഇൻ ദ ഹോസ്പിറ്റൽ, ദേ ആർ ഹോസ്പിറ്റലൈസ്ഡ്, വാട്ട് യു ക്യാൻ ഡു. അപ്പൊ അതിനകത്ത് മോണിറ്റർ വൈറ്റൽ സൈൻസ്, അസസ്മെന്റ്. നമ്മളിപ്പോഴും ഏത് കാര്യത്തിലും നമ്മൾ ഒരു എമർജൻസി അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും നമ്മൾ അസസ്മെന്റ് ആണ് ആദ്യം. മോണിറ്റർ വൈറ്റൽ സൈൻസ്, അഡ്മിനിസ്റ്റർ എ ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ പേഷ്യന്റിന് COPD ഉള്ള പേഷ്യൻസിന് എത്ര റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ യു വിൽ ബി അഡ്മിനിസ്ട്രിങ് ഓൺലി എ ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് 1 to 2 liters per minute. ഇത് ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. കാരണം ഇതിന്റെ ഒരു ഫിസിയോളജി അല്ലെങ്കിൽ അത് എന്താണ്, വാട്ട് ഈസ് ദ റീസൺ, അത് ഞാൻ പറയാം. ഇവിടെ ഇത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു നോർമൽ ആളില് അവരുടെ ഒരു സ്റ്റിമുലസ് ഫോർ ബ്രീതിങ് എന്ന് വെച്ചാൽ ഇൻക്രീസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻ ദ ബ്ലഡ് ആണ്. ഇപ്പൊ നമ്മൾ വായോട് പൊത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ സംഹൗ ദേ വിൽ ബ്രീത്ത്. അതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ എത്ര ശ്വാസം പിടിച്ചു വെക്കാൻ ശ്രമിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല് കൂടി വരുമ്പോഴത്തേക്കും എനിവൺ വിൽ സ്റ്റാർട്ട് ബ്രീതിങ്. ഓക്കെ, പക്ഷെ ഈ COPD ഉള്ള ഒരാളില് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ ഈ എയർ എക്സ്ചേഞ്ച് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. പഴയ ഓൾറെഡി ഈ എക്സ്ചേഞ്ച് കഴിഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയ എയർ പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓവർ ടൈം ഈ COPD പേഷ്യന്റിന്റെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല് എപ്പോഴും കുറച്ച് ഹൈ ആണ്. That means they will become insensitive to increasing carbon dioxide level. അപ്പോൾ പിന്നെ എന്താണ് അവരുടെ ഒരു സ്റ്റിമുലസ് ഫോർ ബ്രീതിങ്? അത് ഡിക്രീസിങ് ഓക്സിജൻ ലെവൽ ആണ് അവരുടെ സ്റ്റിമുലസ് ഫോർ ബ്രീതിങ്. അപ്പോൾ ഈ COPD ഉള്ള പേഷ്യന്റ് കുറച്ച് റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു ഹൈ ലെവൽ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ പറ്റുന്ന എന്നാന്ന് വെച്ചാൽ അവരുടെ ഈ സ്റ്റിമുലസ് ഫോർ ബ്രീതിങ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ആൻഡ് ദേ മേ സ്റ്റോപ്പ് ബ്രീതിങ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു COPD പേഷ്യൻസിന് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ലോവർ ലെവലിൽ മാത്രമേ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ 1 to 2 liters per minute ഇത് വളരെ കോമൺ ആയിട്ട് മിക്കവാറും എന്ത് ടൈപ്പ് എക്സാംസിലും അതുപോലെ ഈവൻ ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ പോലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഓക്കെ, പിന്നെ അതുപോലെ മോണിറ്റർ പൾസ് ഓക്സിമെട്രി നോക്കുന്ന ഒരു നിങ്ങൾക്ക് അറിയാം. നോർമൽ എന്ന് പറയുന്നത് 96 to 100% ആണ്. അപ്പൊ അത് ഒരു 91-ൽ താഴെയാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ്. ഓക്കെ, അപ്പൊ അത് പൾസ് ഓക്സിമെട്രി നമ്മുടെ സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ എന്തുമാത്രം ഹീമോഗ്ലോബിൻ ആണ്, ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിന്റെ അളവ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പെർസെൻറ്റേജിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ആ വാല്യൂ കൂടെ ഓർത്തിരിക്കുക. 96 to 100 ആണ് നോർമൽ. 91-ൽ താഴെയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ്. അതുപോലെ 85-ൽ താഴെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 85%, അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടെന്നും അതുപോലെ തന്നെ 70% താഴെയാണെങ്കിൽ ഇറ്റ്സ് എ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ എന്നുമാണ്. അപ്പോൾ അതുപോലെ ഈ വാല്യൂസും കൂടെ ഒന്ന് ഈ കൂട്ടത്തിൽ ഓർത്തു വയ്ക്കാം. പിന്നെ അതുപോലെ പ്രൊവൈഡ് റെസ്പിറേറ്ററി ട്രീറ്റ്മെന്റ്സ് ആൻഡ്
CPT, ചെസ്റ്റ് ഫിസിയോതെറപ്പി ഒക്കെ കൊടുക്കുക. റെസ്പിറേറ്ററി ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് നെബുലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റീം ഇൻഹലേഷൻ ഒക്കെ കൊടുത്ത് അവരുടെ ബ്രീതിങ് പ്രൊമോട്ട് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ഇൻ ഡയഫ്രമാറ്റിക് ഓർ അബ്ഡോമിനൽ ബ്രീതിങ് ടെക്നിക്സ്. ഡയഫ്രമാറ്റിക് ഓർ അബ്ഡോമിനൽ ബ്രീതിങ് ടെക്നിക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ ചെസ്റ്റിലും ഒരു കൈ അബ്ഡോമിനിലും വെച്ചുകൊണ്ട് പേഷ്യന്റിനോട് ഇൻഹേൽ ചെയ്യാൻ പറയുക. മാക്സിമം ഇൻഹേൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇൻഹേൽ ചെയ്യുമ്പോൾ ബോത്ത് ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ വിൽ ബി എക്സ്പാൻഡിങ്. പിന്നെ പതുക്കെ ചെസ്റ്റിലും അബ്ഡോമനിലും പതുക്കെ പ്രസ് ചെയ്തുകൊണ്ട് എക്സേൽ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ഇങ്ങനെ അതുപോലെ അതാണ് അബ്ഡോമിനൽ ഓർ ഡയഫ്രമാറ്റിക് ബ്രീതിങ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പേഴ്സ്ഡ് ലിപ് ബ്രീതിങ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ഇങ്ങനെ ഡീപ്പ് ബ്രെത്ത് മൂക്കിൽ കൂടെ വലിച്ചെടുക്കുക, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. പേഴ്സ്ഡ് ലിപ് ബ്രീതിങ് അത് ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതൽ എയർ പുറത്തേക്ക് പ്രൊലോങ്ഡ് എക്സ്പിറേഷന് സഹായിക്കുന്നു. സോ ദാറ്റ് ന്യൂ ഫ്രഷ് എയർ വിൽ ബി കമ്മിങ് ഇൻ. ഓക്കെ, അതിന്റെ പർപ്പസ് വിച്ച് ഇൻക്രീസ് എയർവേ പ്രഷർ ആൻഡ് കീപ് എയർ പാസേജസ് ഓപ്പൺ, പ്രൊമോട്ടിംഗ് മാക്സിമൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പിരേഷൻ. പിന്നെ അതുപോലെ റെക്കോർഡ് ദ കളർ, എമൗണ്ട് ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് സ്പ്യൂട്ടം, അലോ ആക്ടിവിറ്റി ആസ് ടോളറേറ്റഡ്. ഇവിടെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കുറച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ സപ്പോസ് ഇഫ് ദ പേഷ്യന്റ് ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ റെസ്റ്റ് തന്നെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ അവരെ നമുക്ക് അത്യാവശ്യം അവരുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രമുള്ള ജോലികൾ മാത്രമേ അവരെ ചെയ്യാൻ എൻകറേജ് ചെയ്യുക. പിന്നെ അതുപോലെ ഒരു ബാലൻസ് ബിറ്റ്വീൻ റെസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം അവർക്ക് അവരുടെ ഓക്സിജൻ സപ്ലൈ കുറവാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഡിമാൻഡ് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അഡ്മിനിസ്റ്റർ ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, അതൊക്കെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ഇൻ ദ യൂസ് ഓഫ് ഓറൽ ആൻഡ് ഇൻഹലന്റ് മെഡിക്കേഷൻസ്, മോസ്റ്റ് പ്രോബബ്ലി ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. പിന്നെ അതുപോലെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, അഡ്മിനിസ്റ്റർ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, അഡ്മിനിസ്റ്റർ മ്യൂക്കോലൈറ്റിക്സ്. ഈ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൊടുക്കുന്ന എക്സാസർബേഷൻ സിവിയർ ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളപ്പോൾ കോർട്ടിക്കോസ്റ്റിറോയിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കുക. കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. പിന്നെ അതുപോലെ എഡിമ, ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ എഡിമയൊക്കെ കുറയും, കുറച്ചും കൂടെ ബ്രീതിങ് ഈസി ആകും. അതുപോലെ അഡ്മിനിസ്റ്റർ മ്യൂക്കോലൈറ്റിക്സ്, മ്യൂക്കസിനെ കുറച്ച് ഡൈല്യൂട്ട് ആക്കാനും അങ്ങനെ പുറത്തേക്ക് ചുമയ്ക്കുമ്പോഴൊക്കെ പുറത്തേക്ക് പോകാനൊക്കെ സഹായിക്കുന്നു. ടു തിൻ സെക്രീഷൻസ്. അഡ്മിനിസ്റ്റർ ആന്റിബയോട്ടിക്സ് ഫോർ ഇൻഫെക്ഷൻ ഇഫ് പ്രിസ്ക്രൈബ്ഡ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം, അക്യൂട്ട് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ഇൻഫെക്ഷൻ വരാതെ ടേക്ക് കെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഇത് ഓർത്തോപ്നിയ പൊസിഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സിറ്റിംഗ് പൊസിഷൻ പറഞ്ഞു. ഇങ്ങനെ ഈ പൊസിഷൻസ് നമ്മൾ കൊടുത്തില്ലെങ്കിലും അവർ അത് അസ്യൂം ചെയ്യും. ഇനി അതല്ല വയ്യാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ പൊസിഷൻ അവർക്ക് വിൽ ബി ഹെൽപ്ഫുൾ ടു ബ്രീത്ത് ഈസിയർ. പിന്നെ നമ്മൾ ഇന്റർവെൻഷൻസ് കണ്ടിന്യൂ ചെയ്യാണ്. സെക്ഷൻ ദ ക്ലയൻസ് ലങ്സ് ഇഫ് നെസസറി ടു ക്ലിയർ ദി എയർവേ ആൻഡ് പ്രിവെന്റ് ഇൻഫെക്ഷൻ. സെക്ഷനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. മോണിറ്ററിംഗ് വെയിറ്റ്, നമ്മൾ പറഞ്ഞു വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകാം. എൻകറേജ് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ടു മെയിൻറ്റെയിൻ ന്യൂട്രീഷൻ ആൻഡ് പ്രിവെന്റ് ഡിസ്നിയ. ഒത്തിരി കണ്ടമാനം വയറ് നിറച്ച് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ ഓക്സിജനും ഒക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേശ്ശെ സ്മോൾ ഫ്രീക്വന്റ് മീൽസ് കൊടുക്കുക. പ്രൊവൈഡ് എ ഹൈ കാലറി ഹൈ പ്രോട്ടീൻ ഡയറ്റ് വിത്ത് സപ്ലിമെന്റ്സ്. കാരണം ഇവർക്ക് ഒത്തിരി ഇവരുടെ മെറ്റബോളിസം ഒക്കെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റിപ്പയർ വർക്കുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ്. എൻകറേജ് ഫ്ലൂയിഡ് ഇൻടേക്ക് അപ് ടു 3000 ml പെർ ഡേ. ഇവിടെ വീണ്ടും സെക്രീഷൻസ് ഒക്കെ തിന്നാക്കാൻ വേണ്ടിയിട്ട്, അൺലെസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഇനി അവർക്ക് കാർഡിയാക് ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഫ്ലൂയിഡ് നമുക്ക് കണ്ടുപോകാനും കൊടുക്കാൻ പറ്റത്തില്ല. Place the client in a Fowler's position and leaning forward to aid in breathing. നേരത്തെ കണ്ട ഓർത്തോപ്നിയ പൊസിഷൻ അല്ലെങ്കിൽ കാർഡിയാക് പൊസിഷൻ എന്നൊക്കെ പറയും. Allow activity as tolerated. നമ്മൾ നേരത്തെ പറഞ്ഞു. അഡ്മിനിസ്റ്റർ ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, അഡ്മിനിസ്റ്റർ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, മ്യൂക്കോലൈറ്റിക്സ്, ആന്റിബയോട്ടിക്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ when the patient get discharged,
അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യണം? അഡ്ഹിയർ ടു ആക്ടിവിറ്റി ലിമിറ്റേഷൻസ്. ഓക്കെ, അവരെ അഡ്വൈസ് ചെയ്യണം. ഒത്തിരി അങ്ങനെ സ്ട്രീനേഴ്സ് ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ പോകരുത്. ഓൾട്ടർനേറ്റിംഗ് റെസ്റ്റ് പീരിയഡ്സ് വിത്ത് ആക്ടിവിറ്റി. എപ്പോഴെങ്കിലും ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു സ്റ്റോപ്പ് ദെയർ ആക്ഷൻ. അങ്ങനെ. പിന്നെ അവോയ്ഡ് ഈറ്റിംഗ് ഗ്യാസ് പ്രൊഡ്യൂസിങ് ഫുഡ്സ്, സ്പൈസി ഫുഡ്സ്, എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്സ് ഒക്കെ അങ്ങനത്തെ എന്താ പറയുക, നമ്മൾക്ക് ഒരു ഇറിറ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അത് ചിലപ്പോൾ ഇങ്ങനെ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാക്കിയേക്കാം. അവോയ്ഡ് എക്സ്പോഷർ ടു ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻഫെക്ഷൻസ് ആൻഡ് അവോയ്ഡ് ക്രൗഡ്സ്. അത് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആണ്. അവോയ്ഡ് എക്സ്ട്രീംസ് ഇൻ ടെമ്പറേച്ചർ, അവോയ്ഡ് ഫയർ പ്ലേസസ്, പെറ്റ്സ്, ഫെദർ പില്ലോസ് ആൻഡ് അതർ എൻവയൺമെന്റൽ അലർജൻസ്. ഇതെല്ലാം അലർജൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ അവോയ്ഡ് പവർഫുൾ ഓഡേഴ്സ്. അപ്പോൾ അതെല്ലാം ഒരു അലർജിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മീറ്റ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. റിസീവ് ഇമ്മ്യൂണൈസേഷൻസ് ആസ് റെക്കമെൻഡഡ്, പ്രത്യേകിച്ച് ന്യൂമോകോക്കൽ വാക്സിനേഷൻ, പിന്നെ അതുപോലെ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകാതെ പരമാവധി ടേക്ക് കെയർ ചെയ്യുക. റെക്കഗ്നൈസ് ദ സിംറ്റംസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആൻഡ് ഹൈപ്പോക്സിയ. ദെൻ സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Please remember, use medications and inhalers as prescribed, use oxygen therapy as prescribed, use pursed lip and diaphragmatic or abdominal breathing. പിന്നെ അതുപോലെ when dusting, use a wet cloth. അതൊക്കെ എക്സ്പോഷർ ടു ഡസ്റ്റ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് COPD മെയിനായിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, അവിടുത്തെ പ്രധാനമായിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫൈസീമ, ഈ രണ്ട് പ്രോബ്ലംസ് ആണ് അവർക്ക് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ നമ്മൾക്ക് കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ഓക്കെ, അവരുടെ ആ ഒരു ബാരൽ ചെസ്റ്റ്, അതുപോലെ ഇങ്ങനെ ഫേഴ്സ്റ്റ് ലിപ് ബ്രീതിങ്, അതുപോലെ അവരുടെ പൊസിഷനിങ് ഒക്കെ നമുക്ക് വളരെ ഒരു ടിപ്പിക്കലാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓക്സിജൻ കൊടുക്കുമ്പോഴത്തേക്കും 1 to 2 liters മാത്രം ഓക്സിജൻ കൊടുക്കാൻ പാടുള്ളൂ. വൈ? അതിന്റെ കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ മാനേജ്മെന്റ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റോപ്പ് സ്മോക്കിംഗ്, അതുപോലെ സ്റ്റോപ്പ് എക്സ്പോഷർ ടു അലർജൻസ്. അത് എന്തുമായിക്കോട്ടെ, ഡസ്റ്റോ സ്മോക്കോ, അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഓഡേഴ്സ്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻഫെക്ഷൻസ് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ, അതുപോലെ മറ്റു മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് അധികം താമസിയാതെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.